ഇനി കലോത്സവമായ വാർത്തകൾ നമ്മൾ എല്ലായിടത്തു നിന്നും വരികയാണ്. ഡിസോൺ കലോത്സവവുമായി ബന്ധപ്പെട്ട് വല്ലാത്ത രീതിയിലുള്ള അതിക്രമങ്ങളാണ് പലയിടങ്ങളിൽ നിന്നായി റിപ്പോർട്ട് ചെയ്യുന്നത്. ഡിസോൺ കലോത്സവത്തിനിടെയുണ്ടായ സംഘർഷത്തിൽ 10 SFI പ്രവർത്തകർക്കെതിരെ കേസെടുത്തിരിക്കുന്നു. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി യൂണിയൻ ചെയർപേഴ്സൺ നിതിൻ ഫാത്തിമ, KSU പ്രവർത്തകൻ ഷാജി എന്നിവരുടെ പരാതിയിലാണ് നടപടി. തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ ആശിഷ് ഉൾപ്പെടെ 10 പേർക്കെതിരെയാണ് FIR. അഖിൽ വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. അഖിൽ, 10 SFI പ്രവർത്തകർക്കെതിരെ കൂടെ കേസെടുത്തിരിക്കുന്നു എന്നുള്ളതാണ് ഈ വാർത്തയിലെ ഏറ്റവും പുതിയ അപ്ഡേറ്റ്സ്. വിവരങ്ങൾ എന്തൊക്കെ ലഭ്യമാക്കുന്നു? തീർച്ചയായും നേരത്തെ തന്നെ ഈ ആംബുലൻസ് തടഞ്ഞ കേസിൽ ഒരു 4 SFI പ്രവർത്തകരെ പ്രതി ചേർത്തുകൊണ്ട് കൊരട്ടി പോലീസ് ഒരു കേസെടുത്തിരുന്നു. പക്ഷേ ഈ ഡിസോൺ കലോത്സവ സംഘർഷവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ആദ്യമായാണ് SFI പ്രവർത്തകർക്കെതിരെ FIR വരുന്നത്. നേരത്തെ KSU പ്രവർത്തകർക്ക് FIR-ൽ സംസ്ഥാന നേതാക്കളടക്കം 3 പേർ നിലയിൽ ഇപ്പോൾ റിമാൻഡിൽ കഴിയുകയും ചെയ്യുന്നത്. KSU പ്രവർത്തകരായ ഷാജിയും അതുപോലെ തന്നെ നിതിൻ ഫാത്തിമ യൂണിവേഴ്സിറ്റി ചെയർപേഴ്സണാണ്. ഈ 2 പേരുടെയും പരാതിയിലാണ് നടപടിയെടുത്തിരിക്കുന്നത്. FIR-ൽ പറയുന്നത് ഇങ്ങനെയാണ്: നിതിൻ ഫാത്തിമയെ തള്ളിയിട്ടു എന്ന് അറിഞ്ഞുകൊണ്ട് ഷാജിയും സംഘവും അവിടേക്ക് എത്തിയപ്പോൾ ഈ ആശിഷും അതുപോലെ തന്നെ റിസ്വാൻ മഹേഷ് അടങ്ങുന്ന 10 അംഗ സംഘം മാരകായുധങ്ങളായി ഇരുമ്പുവടി, പൈപ്പ് എന്നിവയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് തങ്ങളെ ഗുരുതരമായി ആക്രമിച്ചു എന്നുള്ളതാണ് ഇവരുടെ പരാതി. അതിന്റെ അടിസ്ഥാനത്തിലാണ് FIR രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിട്ടുള്ളത്. 8ഓളം വകുപ്പുകൾ ചുമത്തിയിട്ടുണ്ട്. അതിൽ ഈ 110 BNS ഭാരതീയ ന്യായ സംഹിത പ്രകാരമുള്ള 110-ാം വകുപ്പ്, അതായത് IPC സെക്ഷൻ പ്രകാരം 308-ന് തത്തുല്യമായ വകുപ്പാണ്. അതായത് നരഹത്യക്കുള്ള ശ്രമമാണ് ഇതിൽ ചുമത്തിയിട്ടുള്ളത്. ഒപ്പം അന്യായമായ സംഘം ചേരൽ, അസഭ്യം പറയൽ തുടങ്ങിയ വകുപ്പുകളും ചേർത്തിട്ടുണ്ട്. കാരണം ഈ പരാതിയിൽ ഇത്തരത്തിൽ ഇവർ മോശം പദങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്, തെരുവാക്കുകൾ ഉപയോഗിച്ചിട്ടുണ്ട് എന്നും ഇവരുടെ FIR രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും ഈ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന ആശിഷ് അടക്കമുള്ള 10 പേർക്കെതിരെയാണ് ഇപ്പോൾ നിലവിൽ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇതിനുശേഷം കഴിഞ്ഞ ദിവസങ്ങളൊക്കെ തന്നെ ഈ SFI പ്രവർത്തകർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്യാത്തതിൽ യൂത്ത് കോൺഗ്രസ് അടക്കം DIG ഓഫീസ് ഉപരോധിക്കുന്ന നടപടിയടക്കം പോയിരുന്നു. എന്തായാലും ഇന്നലെയാണ് ഈ മാള പോലീസ് ഈ സംഭവത്തിൽ FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. പരാതിക്കാരനായ ഷാജിയെ ആശുപത്രിയിലെത്തി മൊഴി രേഖപ്പെടുത്തിയ ശേഷമാണ് മാള പോലീസ് ഇപ്പോൾ ഈ 110 BNS മനഃപൂർവ്വമായ നരഹത്യ അടക്കമുള്ള വകുപ്പുകൾ ചുമത്തി കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്.